ഹാവിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഈ ഒരു സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റിൽ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ടാണ്. ഹാവിങ് പ്ലസ് വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓർക്കുക, ഇവിടെ ഹാവിങ് കണ്ട് ഹാവിൻ്റെ ING ഫോം കണ്ട് ഇത് പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണെന്ന് വിചാരിക്കരുത്. മീൻസ് പ്രസൻറ്റിൽ നടന്ന കാര്യമാണെന്ന് വിചാരിക്കരുത്. പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ടാണ് നമ്മൾ ഹാവിങ് പ്ലസ് വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്, ഹാവിങ് ലീവ്ഡ് ഇൻ ന്യൂയോർക്ക് ഫോർ സെവറൽ ഇയേഴ്സ്. ന്യൂയോർക്കിൽ ഒരുപാട് വർഷം താമസിച്ചതുകൊണ്ട് ഓർക്കുക, പാസ്റ്റിൽ ആ കാര്യം കഴിഞ്ഞു. ഐ ക്യാൻ ടെൽ യു, എനിക്ക് പറയുവാനായിട്ട് സാധിക്കും, ഇറ്റ്സ് എ ഗുഡ് പ്ലേസ് ടു റൈസ് കിഡ്. അത് കുട്ടികളെ വളർത്തുവാനായിട്ട് പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഇറ്റ്സ് എ ഗുഡ് പ്ലേസ് ടു റൈസ് കിഡ്സ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം കുറച്ച് വർഷം ന്യൂയോർക്കിൽ താമസിച്ചു, അതുകൊണ്ടാണ് അവിടെ മീൻസ് ആ ഒരു എക്സ്പീരിയൻസ് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ടാണ് അവിടെ നമ്മൾ ഹാവിങ്ങും വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമായ ലീവ്ഡും അവിടെ ചേർത്തിരിക്കുന്നത്. ഹാവിങ് ലീവ്ഡ് ഇൻ ന്യൂയോർക്ക് ഫോർ സെവറൽ ഇയേഴ്സ്. ഒരുപാട് വർഷം ന്യൂയോർക്കിൽ താമസിച്ചതുകൊണ്ട് ഐ ക്യാൻ ടെൽ യു, എനിക്ക് പറയാനായിട്ട് കഴിയും, ഇറ്റ്സ് എ ഗുഡ് പ്ലേസ് ടു റൈസ് കിഡ്. കുട്ടികളെ വളർത്തുവാനായിട്ട് പറ്റിയ നല്ലൊരു സ്ഥലമാണത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഹാവിങ് റെഡ് ദ റിപ്പോർട്ട് വായിച്ചതുകൊണ്ട് അദ്ദേഹം ആ റിപ്പോർട്ട് വായിച്ചു. ഐ ക്യാൻ സീ എ ഫ്യൂ ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. കുറച്ച് ഏരിയാസ് ഇമ്പ്രൂവ് ചെയ്യണം, അദ്ദേഹം അത് ഐഡൻറ്റിഫൈ ചെയ്തു. ഐ ക്യാൻ സീ എ ഫ്യൂ ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഹാവിങ് ലീവ്ഡ് ഇൻ ലണ്ടനിൽ താമസിച്ചതിനാൽ അദ്ദേഹം അവിടെ പാസ്റ്റിൽ താമസിച്ചിട്ടുണ്ട്. ഐ നോ, എനിക്കറിയാം, ഇറ്റ്സ് ക്ലൈമറ്റ് വെരി വെൽ. അവിടുത്തെ ക്ലൈമറ്റ് നല്ലതാണ്. ഇറ്റ്സ് ക്ലൈമറ്റ് വെരി വെൽ. നെക്സ്റ്റ്, ഹാവിങ് ലീവ്ഡ് ഇൻ സ്പെയിൻ ഫോർ മെനി ഇയേഴ്സ്. സ്പെയിനിൽ ഒരുപാട് വർഷം താമസിച്ചതുകൊണ്ട് ഹീ നോസ്, അവനറിയാം, ഹൗ ടു സ്പീക്ക് സ്പാനിഷ് എങ്ങനെ സംസാരിക്കണമെന്ന് അവനറിയാം. ഹീ നോസ് ഹൗ ടു സ്പീക്ക് സ്പാനിഷ്. നെക്സ്റ്റ്, ഹാവിങ് ബീൻ എ ടീച്ചർ ഫോർ മെനി ഇയേഴ്സ്. ഒരുപാട് വർഷം ടീച്ചർ ആയതുകൊണ്ട്, കുട്ടികളെ പഠിപ്പിച്ചതുകൊണ്ട് ഹാവിങ് ബീൻ എ ടീച്ചർ ഫോർ മെനി ഇയേഴ്സ് ഐ നോ, എനിക്കറിയാം, ഹൗ ഹാർഡ് ദ ജോബ് ഈസ്, എത്ര പാടാണ് ഈ ജോബെന്ന്. ഹൗ ഹാർഡ് ദ ജോബ് ഈസ്. നെക്സ്റ്റ്, ഹാവിങ് സീൻ ദ മൂവി കണ്ടതുകൊണ്ട് അത് കണ്ടു. ഷീ ഹാസ് ഡിസൈഡഡ്, അവൾ തീരുമാനിച്ചു, ഇറ്റ് ഈസ് ഇൻ സ്യൂട്ടബിൾ ഫോർ ഹെർ ചിൽഡ്രൻ, അവളുടെ കുട്ടികൾക്ക് അത് സ്യൂട്ടബിൾ അല്ലെന്ന്. ഇറ്റ് ഈസ് ഇൻ സ്യൂട്ടബിൾ ഫോർ ഹെർ ചിൽഡ്രൻ. നെക്സ്റ്റ്, ഹാവിങ് വിസിറ്റഡ് ദ ഐലൻഡ് മെനി ടൈംസ്. ഐലൻഡ് ഒരുപാട് തവണ കണ്ടതുകൊണ്ട്, വിസിറ്റ് ചെയ്തതുകൊണ്ട് ദേ ക്യാൻ ഗെറ്റ് അറൗണ്ട് ഇറ്റ് ക്വയറ്റ് ഈസിലി, അവർക്ക് വളരെ നന്നായിട്ട് അവിടെ ചുറ്റിക്കറങ്ങുവാനായിട്ട് സാധിക്കും. ദേ ക്യാൻ ഗെറ്റ് അറൗണ്ട് ഇറ്റ് ക്വയറ്റ് ഈസിലി. നെക്സ്റ്റ്, ഹാവിങ് ലെഫ്റ്റ് എയർലി, നേരത്തെ പുറപ്പെട്ടതുകൊണ്ട് ഹീ വിൽ ബി അറ്റ് വർക്ക് നൗ, അവനിപ്പോൾ ജോലിയിലായിരിക്കും. ഹീ വിൽ ബി അറ്റ് വർക്ക് നൗ. നെക്സ്റ്റ്, ജെയിൻ ഫിനിഷ്ഡ് ഹെർ പ്രോജക്റ്റ് യെസ്റ്റർഡേ. ജെയിൻ അവളുടെ പ്രോജക്റ്റ് ഇന്നലെ ഫിനിഷ് ചെയ്തു. വെൽ, ഹാവിങ് ഫിനിഷ്ഡ് ഇറ്റ് ഓൾറെഡി, നേരത്തെ അത് ഫിനിഷ് ചെയ്തതുകൊണ്ട് ഷീൽ ഡെഫിനറ്റ്ലി ബി അറ്റ് ദ പാർട്ടി ടുമോറോ, അവൾ നാളെ പാർട്ടിയിൽ തീർച്ചയായിട്ടും കാണും. ഷീൽ ഡെഫിനറ്റ്ലി ബി അറ്റ് ദ പാർട്ടി ടുമോറോ. നെക്സ്റ്റ്, ഹാവിങ് ടോക്ക് ടു ഹിം, അവനോട് സംസാരിച്ചപ്പോഴത്തേക്കും ഷീ ഫെൽറ്റ് ഓഫുൾ, അവൾക്ക് വിഷമം തോന്നി. ഷീ ഫെൽറ്റ് ഓഫുൾ. നെക്സ്റ്റ്, ഹാവിങ് സ്റ്റാർട്ടഡ് ടു റെയിൻ, മഴ പെയ്യുവാനായിട്ട് തുടങ്ങിയതുകൊണ്ട് വി ഡിസൈഡഡ് ടു നോട്ട് ലീവ് ഹോം, വീട്ടിൽ നിന്ന് പുറത്ത് പോകണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. വി ഡിസൈഡഡ് ടു നോട്ട് ലീവ് ഹോം.
നെക്സ്റ്റ്, ഹാവിങ് സ്ലെപ്റ്റ് വെൽ ദ അതർ ഡേ, പിറ്റേ ദിവസം നല്ല രീതിയിൽ ഉറങ്ങിയതുകൊണ്ട് ഷീ കുഡ് സ്റ്റേ അപ്പ് ടിൽ ലേറ്റ് അറ്റ് നൈറ്റ്, അവൾക്ക് അർദ്ധരാത്രി വരെ ഉണർന്നിരിക്കുവാനായിട്ട് എഴുന്നേറ്റിരിക്കുവാനായിട്ട് കഴിഞ്ഞു. ഷീ കുഡ് സ്റ്റേ അപ്പ് ടിൽ ലേറ്റ് അറ്റ് നൈറ്റ്. ഇവിടെ സ്റ്റേ അപ്പ് എന്നുള്ളത് ഒരു ഫ്രേസൽ വെർബാണ്. രാത്രിയിൽ വരെ 12 മണി 1 മണി വരെയും വൈകിയിരിക്കുക എന്ന് പറയുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഫ്രേസൽ വെർബാണ് സ്റ്റേ അപ്പ് എന്നുള്ളത്. ഹാവിങ് സ്ലെപ്റ്റ് വെൽ ദ അതർ ഡേ, തലേ ദിവസം നല്ല രീതിയിൽ ഉറങ്ങിയതുകൊണ്ട് ഷീ കുഡ് സ്റ്റേ അപ്പ് ടിൽ ലേറ്റ് അറ്റ് നൈറ്റ്, അവൾക്ക് അർദ്ധരാത്രി വരെ രാത്രി വരെ ഉണർന്നിരിക്കുവാനായിട്ട് കഴിഞ്ഞു. നെക്സ്റ്റ്, ഹാവിങ് ഡൺ ഹെർ ഹോംവർക്ക്, അവൾ അവളുടെ ഹോംവർക്ക് ചെയ്തതുകൊണ്ട് കംപ്ലീറ്റ് ആക്കി. ഷീ കുഡ് വാച്ച് ഹെർ ഫേവറേറ്റ് കാർട്ടൂൺ, അവൾക്ക് അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കാർട്ടൂൺ കാണുവാനായിട്ട് കഴിഞ്ഞു. ഷീ കുഡ് വാച്ച് ഹെർ ഫേവറേറ്റ് കാർട്ടൂൺ. നെക്സ്റ്റ്, ഹാവിങ് ഷൗട്ടഡ് അറ്റ് ഹിം, അവനോട് ഷൗട്ട് ചെയ്തിട്ട് ഷീ ലെഫ്റ്റ് ദ റൂം, അവൾ റൂമിൽ നിന്ന് പോയി. ഷീ ലെഫ്റ്റ് ദ റൂം. നെക്സ്റ്റ്, ഹാവിങ് ബ്രോക്കൺ ദ ലാമ്പ്, ലാമ്പ് പൊട്ടിയതുകൊണ്ട് ഷീ വറീഡ് ഓൾ നൈറ്റ്, അവൾ രാത്രി മുഴുവനും വറി ചെയ്ത് ഇരിക്കുകയായിരുന്നു. അവളായിരുന്നു പൊട്ടിച്ചത്. ഹാവിങ് ബ്രോക്കൺ ദ ലാമ്പ്, ലാമ്പ് പൊട്ടിയതുകൊണ്ട് ഷീ വറീഡ് ഓൾ നൈറ്റ്. നെക്സ്റ്റ്, ഹാവിങ് ബ്രോക്കൺ ദ ലാമ്പ്, ലാമ്പ് പൊട്ടിയതുകൊണ്ട് ഷീ ഹാസ് ബീൻ വറിയിങ് ഓൾ നൈറ്റ്, അവൾ രാത്രി മുഴുവനും വിഷമിച്ചിരിക്കുകയായിരുന്നു. ഈ ഒരു സെൻറ്റൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതിയിരിക്കുന്നേ ഉള്ളൂ. തൊട്ട് മുമ്പിലത്തെ സെൻറ്റൻസ് തന്നെയാണ്. ഹാവിങ് ബ്രോക്കൺ ദ ലാമ്പ്, ലാമ്പ് പൊട്ടിയതുകൊണ്ട് ഷീ ഹാസ് ബീൻ വറിയിങ് ഓൾ നൈറ്റ്, രാത്രി മുഴുവനും അവൾ വിഷമിച്ചിരിക്കുകയായിരുന്നു. നെക്സ്റ്റ്, ഹാവിങ് ലോസ്റ്റ് ഹിസ് വാളറ്റ്, അദ്ദേഹത്തിൻ്റെ വാളറ്റ് നഷ്ടപ്പെട്ടതുകൊണ്ട് ഹീ കുഡിൻ ബൈ ലഞ്ച്, അദ്ദേഹത്തിന് ലഞ്ച് മേടിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഹീ കുഡിൻ ബൈ ലഞ്ച്. നെക്സ്റ്റ്, ഹാവിങ് ഇൻജോയ്ഡ് ഹിസ് ആങ്കിൾ, അദ്ദേഹത്തിൻ്റെ ആങ്കിളിന് പരിക്ക് പറ്റിയതുകൊണ്ട്, കാലിന് പരിക്ക് പറ്റിയതുകൊണ്ട്, കാലിൻ്റെ ആങ്കിളിൻ്റെ പരിക്ക് പറ്റിയതുകൊണ്ട് ഹീ കുഡിൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഗെയിം, അദ്ദേഹത്തിന് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. ഹീ കുഡിൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഗെയിം. നെക്സ്റ്റ്, ഹാവിങ് മിസ് അണ്ടർസ്റ്റുഡ് ദ ഇൻസ്ട്രക്ഷൻസ്, ഇൻസ്ട്രക്ഷൻസ് തെറ്റായിട്ട് തെറ്റിദ്ധരിച്ചതുകൊണ്ട് ഷീ കംപ്ലീറ്റഡ് ദ ടാസ്ക് ഇൻകറക്റ്റ്ലി, അവൾ ടാസ്ക് ഇൻകറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഷീ കംപ്ലീറ്റഡ് ദ ടാസ്ക് ഇൻകറക്റ്റ്ലി. നെക്സ്റ്റ്, ഹാവിങ് ബീൻ ബീറ്റൻ ബൈ ടൈസൺ, ടൈസനാൽ തോറ്റതുകൊണ്ട് ജെഫ്രി ഡിസൈഡ് ടു ഗീവ് അപ്പ് ബോക്സിംഗ്, ജെഫ്രി ബോക്സിങ് ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു. ഇത് പാസീവ് വോയിസിലുള്ളൊരു സെൻറ്റൻസ് ആണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചർ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഹാവിങ് ബീൻ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഈ തരത്തിലുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഞാനൊരു സെൻറ്റൻസ് എടുക്കുന്നുള്ളൂ, എല്ലാം ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂസ് ആയിപ്പോവും, നമ്മൾ ഇത്രയും നേരം പഠിച്ചതും മറന്നു പോകും. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഹാവിങ് ബീൻ പ്ലസ് വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, പാസീവ് വോയിസ് ആണ്. അപ്പം ഈ തരത്തിലുള്ള സെൻറ്റൻസുകളും നിങ്ങൾ കാണുവാനായിട്ട് ചാൻസ് ഉണ്ട്. എന്തായാലും കൺഫ്യൂസ് ആയി പോകരുത്. ഈ സെൻറ്റൻസിൻ്റെ ആശയം, ടൈസനാൽ തോറ്റതുകൊണ്ട്, ജെഫ്രി തോറ്റതുകൊണ്ട് ജെഫ്രി ഡിസൈഡ് ടു ഗീവ് അപ്പ് ബോക്സിംഗ്, ജെഫ്രി ബോക്സിങ് ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ തന്നെ പാസീവ് വോയിസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരു സെൻറ്റൻസിലെ ആക്ഷനെയോ അല്ലെങ്കിൽ ആക്ഷൻ റിസീവ് ചെയ്യുന്ന റിസീവറിനെയോ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്ന ഒരു രീതിയാണ് പാസീവ് വോയിസ് എന്ന് വെച്ചാൽ. ഹാവിങ് ബീറ്റൻ ബൈ ടൈസൺ, ടൈസനാൽ തോറ്റതുകൊണ്ട് ജെഫ്രി ഡിസൈഡ് ടു ഗീവ് അപ്പ് ബോക്സിംഗ്, ജെഫ്രി ബോക്സിങ് ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു. നെക്സ്റ്റ്, നോട്ട് ഹാവിങ് റെഡ് ദ റിപ്പോർട്ട്, റിപ്പോർട്ട് വായിക്കാത്തതിനാൽ ഐ കാൺ ഗീവ് യു എനി സജഷൻസ്, എനിക്ക് ഒരു സജഷൻസും നൽകുവാനായിട്ട് കഴിയില്ല. ഐ കാൺ ഗീവ് യു എനി സജഷൻസ് നെഗറ്റീവാണ്. നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നത് നോട്ട് ഹാവിങ്ങിൻ്റെ മുന്നിൽ ആഡ് ചെയ്താൽ മതി. നോട്ട് ഹാവിങ് റെഡ് ദ റിപ്പോർട്ട്, റിപ്പോർട്ട് വായിക്കാത്തതിനാൽ പാസ്റ്റിൽ അദ്ദേഹം വായിച്ചില്ല. നോട്ട് ഹാവിങ് റെഡ് ദ റിപ്പോർട്ട്, റിപ്പോർട്ട് വായിക്കാത്തതിനാൽ ഐ കാൺ ഗീവ് യു എനി സജഷൻസ്, എനിക്ക് ഒരു സജഷൻസും നൽകുവാനായിട്ട് കഴിയില്ല. ഐ കാൺ ഗീവ് യു എനി സജഷൻസ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, നോട്ട് ഹാവിങ് റിസീവഡ് ആൻ ഇൻവിറ്റേഷൻ, ഒരു ഇൻവിറ്റേഷൻ ലഭിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയില്ല.
ഹി ഡിസൈഡഡ് നോട്ട് ടു അറ്റൻഡ് ദ പാർട്ടി. അദ്ദേഹം പാർട്ടി അറ്റൻഡ് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചു. ഹി ഡിസൈഡഡ് നോട്ട് ടു അറ്റൻഡ് ദ പാർട്ടി. നെക്സ്റ്റ്, നോട്ട് ഹാവിങ് ഹേർഡ് ദ ന്യൂസ്. ന്യൂസ് കേൾക്കാത്തതിനാൽ അദ്ദേഹം കേട്ടില്ല, പാസ്റ്റിൽ കേട്ടില്ല. ഹി വാസ് സർപ്രൈസ്ഡ് ബൈ ദ അനൗൺസ്മെൻറ്റ്. അദ്ദേഹം അനൗൺസ്മെൻറ്റ് കേട്ട് സർപ്രൈസ്ഡ് ആയിപ്പോയി. ഹി വാസ് സർപ്രൈസ്ഡ് ബൈ ദ അനൗൺസ്മെൻറ്റ്. നെക്സ്റ്റ്, നോട്ട് ഹാവിങ് ഫിനിഷ്ഡ് ദെയർ വർക്ക്. അവരുടെ വർക്ക് തീർക്കാത്തതിനാൽ നോട്ട് ഹാവിങ് ഫിനിഷ്ഡ് ദെയർ വർക്ക് ദേ സ്റ്റേഡ് ലേറ്റ് അറ്റ് ദ ഓഫീസ്. അവർ ഓഫീസിൽ വൈകിയും ഇരുന്നു. മീൻസ് ജോലി കഴിഞ്ഞിട്ടും അവർ ഒരുപാട് നേരം ഓഫീസിലിരുന്നു. ദേ സ്റ്റേഡ് ലേറ്റ് അറ്റ് ദ ഓഫീസ്. നെക്സ്റ്റ്, നോട്ട് ഹാവിങ് പ്രാക്ടീസ്ഡ് ഇനഫ്. വേണ്ടത്ര പ്രാക്ടീസ് ചെയ്യാത്തതിനാൽ പാസ്റ്റിൽ ചെയ്തില്ല. നോട്ട് ഹാവിങ് പ്രാക്ടീസ്ഡ് ഇനഫ് ദ ടീം ഡിഡിൻ പെർഫോം വെൽ ഇൻ ദ മാച്ച്. ടീം മാച്ചിൽ നന്നായിട്ട് പെർഫോം ചെയ്തില്ല. ദ ടീം ഡിഡിൻ പെർഫോം വെൽ ഇൻ ദ മാച്ച്.